ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. ബഷീർ ദിനം വരികയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മത്സരം നടത്തണം. ഞാനും നിശാനും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട നമ്മുടെ രണ്ടാമത്തെ വീഡിയോയാണ്. 15 ചോദ്യങ്ങൾ, സിമ്പിൾ ആയ 15 ചോദ്യങ്ങൾ മാത്രം. ഇതിൽ ആർക്കാണ് കൂടുതൽ മാർക്ക് എന്നറിയാനുള്ള സംവിധാനമുണ്ട്. ഒന്നാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ ഒരാളായിരുന്നു ONV കുറുപ്പ്, മഹാകവി ONV. ONV ഒരിക്കൽ ബഷീറിനെ കാണാൻ ചെല്ലുന്നു. ഒരു വിവാഹത്തിന് ക്ഷണിക്കാൻ വേണ്ടി, സ്വന്തം കല്യാണത്തിന് ക്ഷണിക്കാൻ വേണ്ടിയാണ് ചെല്ലുന്നത്. സരോജിനി എന്ന് പറയുന്ന സ്ത്രീയെ, വനിതയെ, പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു, അങ്ങ് വരണം എന്നൊക്കെ പറയുമ്പം ബഷീർ പറയും, ഇല്ല, ഞാൻ എറണാകുളത്തുള്ളത്, തിരുവനന്തപുരത്തേക്ക് വിവാഹത്തിന് വരാനൊന്നും തൽക്കാലം ഇത്രയും യാത്ര ചെയ്യാനൊന്നും എനിക്ക് വയ്യ എന്നും പറഞ്ഞ് അവിടെ തൻ്റെ ബുക്ക് സ്റ്റാളിൽ നിന്നൊരു ബുക്ക് എടുത്ത് അത് സരോജിനിക്കുള്ള സമ്മാനമാണെന്നും പറഞ്ഞ് ONV കുറുപ്പിനെ ഏൽപ്പിക്കും. രസകരമായ സംഗതി, ONV കുറുപ്പിന് എഴുതി അന്നേരം ആ നിമിഷം ബഷീർ ആ പുസ്തകം തുറന്ന് അതിൻ്റെ ഒന്നാമത്തെ പേജിൽ എഴുതുന്നത്, പ്രിയപ്പെട്ട സരോജിനിക്ക്, ആദ്യത്തെ ചിരിയും കളിയും സ്നേഹവും എല്ലാം കഴിഞ്ഞ് ONV നിന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചു തുടങ്ങുമ്പോൾ വായിച്ചു പിടിച്ച് നിൽക്കാനുള്ളത് എന്നും പറഞ്ഞാണ് എഴുതുന്നത്. ബഷീർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു തമാശ മനസ്സിലാകുന്നവർ ആ ഓൺ ദ സ്പോട്ട് ചെയ്തൊരു കാര്യമാണ്. പക്ഷെ ചോദ്യം ഇതാണ്, ആ സുഹൃത്തായ ONV ബഷീറിനെ കുറിച്ച് ഒന്നിലധികം കൃതികൾ എഴുതിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബഷീറിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയ ബഷീറിനെ കുറിച്ചുള്ള ഒരു കവിതയുണ്ട്. ഏതാണ് ആ കവിത? ബഷീറിനെ കുറിച്ച് ONV എഴുതിയ കവിത. ഉത്തരം എഴുതിക്കോ. ഒരു ബന്ധവുമില്ല. പിന്നെ ചുമ്മാ ഒരു ഇൻസിഡന്റ്. ആ ബുക്ക് ഏതാണെന്നറിയോ? ഏതാ? അത് ബഷീറിന്റെ ബുക്കും അല്ല, ബഷീർ ബുക്ക് ഷോപ്പിൽ നിന്ന് എടുത്തു കൊടുത്തു ഏതോ ഒരു ബുക്ക്. ഓക്കെ, സമയം കഴിഞ്ഞു പെട്ടെന്ന്. നിബി ഒരു കാര്യം ചെയ്യണം, നിനക്ക് അറിയാവുന്ന മാത്രം എഴുതുക, മറ്റേ ആൾ എഴുതുമ്പോൾ നോക്കാൻ പാടില്ല. അവന് ആ പേന വെച്ച് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാൻ വേണ്ടി. ഓക്കെ, ഹീറോ. ശരി, ഉത്തരവാണ്. നിഷാൻ പറഞ്ഞ ഉത്തരം എന്റെ ബഷീർ. നീ എന്താ എഴുതി? എന്റെ ബഷീർ ശരിയായ ഉത്തരവാണ്. ONV കുറുപ്പിന്റെ രണ്ടുപേരും സൈഡിൽ ഓരോ മാർക്ക് കിട്ടും. ONV കുറുപ്പ് ബഷീറിന് സമർപ്പണമായിട്ട് എഴുതി. അതെ, കറക്റ്റാ, എന്റെ ബഷീർ ശരിയായ ഉത്തരം. സൈഡിൽ ഒരു മാർക്ക് ഇടാം കേട്ടോ, ഓരോന്നിനും താഴെയല്ല. ഇപ്പുറത്ത് മാർക്ക് ഇടാണെങ്കിൽ അറിയാം. അവസാനം 5 രണ്ടാമത്തെ ചോദ്യം ഓക്കെ അല്ലേ? ബഷീർ ആദ്യമായിട്ട് ജയിൽവാസം അനുഭവിക്കുന്നത് ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സമരത്തിലാണ്, കോഴിക്കോട് ജയിലിൽ. അങ്ങനെ കോഴിക്കോട് ജയിലിൽ അദ്ദേഹം ജയിൽവാസം അനുഭവിക്കുമ്പോഴാണ് ഇന്ത്യയിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണവാർത്ത അദ്ദേഹം അറിയുന്നത്. അതിൽ പ്രതിഷേധിച്ച് ബഷീർ 3 ദിവസം ജയിലിൽ നിരാഹാരം കിടന്നു. കോഴിക്കോട് ജയിലിൽ വെച്ച് ബഷീർ ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോഴാണ് 3 ദിവസം നിരാഹാരം കിടന്നത്? ഇതാണ് ചോദ്യം. ഉത്തരം എഴുതിക്കൂ. ബഷീറിന്റെ ആരാധകൻ ആരായിരിക്കാം? അതാണ് ക്ലൂ. ബഷീറിന്റെ ആദ്യകാല ജീവിതത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, സമയം കഴിഞ്ഞിരിക്കുന്നു. പുട്ട് ഡൗൺ യുവർ പെൻസ്. നിബിയുടെ ഉത്തരം? നിഷാന്റെ ഭഗത് സിംഗ് ശരിയായ ഉത്തരവാണ്. മാത്രമല്ല, ഭഗത് സിംഗ് ബഷീറിന്റെ ആരാധനാമൂർത്തി ഭഗത് സിംഗ് ആയിരുന്നു. ഗാന്ധി ശരിയാണ്, ഗാന്ധിയെ വളരെ ഇഷ്ടമാണ്. മഹാത്മാഗാന്ധിയെ പല കൃതികളിലും മഹാത്മാഗാന്ധിയെ കുറിച്ച് പരാമർശിക്കുന്നില്ലെങ്കിൽ പോലും ബഷീറിന്റെ കൃതികളിലെല്ലാം ഗാന്ധിയൻ ആദർശങ്ങളുണ്ട്. അത് ഒറ്റ പുസ്തകത്തിലേ ഉള്ളൂ, ഒന്നിലേ ഉള്ളൂ, അമ്മയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ. ഞാൻ പറയായിരുന്നു. അപ്പം എങ്കിലും അതിനേക്കാളൊക്കെ ആദ്യകാലത്ത് ആവേശം തീർച്ചയായിട്ടും ഭഗത് സിംഗ് ആയിരുന്നു. ഉത്തരം കാണുന്നുണ്ട്. അല്ല, അത് നോക്കി ആദ്യത്തത് ആണ്. അല്ല, പോട്ടെ, മാർക്ക് കിട്ടി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം. എന്റെ മാത്രം നോക്കി എഴുതിയുള്ളൂ, ബഷീർ കൈതിട്ടതല്ലോ, ജീനിയസ്. മൂന്നാമത്തെ ചോദ്യം, ബഷീർ എഴുതിയ ഒരു നോവൽ. അദ്ദേഹം അത് ആദ്യം എഴുതിയപ്പോൾ ഏകദേശം 500 പേജോളം ഉണ്ടായിരുന്നു. മറ്റൊരു സംഗതി, അദ്ദേഹം ആ നോവൽ എഴുതിയത് ഇംഗ്ലീഷിലായിരുന്നു. പൊതുവെ സാഹിത്യകാരന്മാരെ സംബന്ധിച്ച് സ്വന്തമായിട്ട് എന്തെങ്കിലും എഴുതിയാൽ അത് എന്തോ വലിയ കാര്യമാണ്, അതിൽ നിന്ന് വെട്ടിക്കുറയ്ക്കലൊക്കെ കുറവാണ്. പക്ഷെ ബഷീർ ഇത് വെട്ടിക്കുറച്ച് അവസാനം അത് പുസ്തകമായിട്ട് ഇറങ്ങിയപ്പോൾ 100-ൽ താഴെ പേജുകളെ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ബഷീർ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് പിന്നീട് 500-ലധികം പേജ് ഉണ്ടായിരുന്നത് വെട്ടിക്കുറച്ച് 100-ൽ താഴെയാക്കി മാറ്റിയ ബഷീറിന്റെ ആ കൃതി ഏത്? ഈ കഥ നമ്മൾ വായിച്ചതല്ലേ അതെന്റെ ഉത്തരം എഴുത്. ഉത്തരം എഴുത്. ശരിയാണോ തെറ്റാണോ നോക്കട്ടെ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു.
ഓക്കെ മതി. നിബിയുടെ ഉത്തരം ഞാൻ ഒന്ന് മാറ്റി എഴുതിയത് വായിച്ചു. നിഷാന്റത് ബാല്യകാല സഖി. നീ ഏതാ മാറ്റി എഴുതാൻ ഉദ്ദേശിച്ചത്? ആ ഫസ്റ്റ് ഉത്തരം ഏതാ? ബാല്യകാല സഖി ശരിയായ ഉത്തരവാണ്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. നാലല്ലേ? ബഷീർ ഒരുപാട് കൃതികൾ എഴുതി എന്ന് പറയുമ്പോഴും മറ്റു പല സാഹിത്യകാരന്മാരും എഴുതി അത്രയും ബഷീർ എഴുതിയിട്ടില്ല. എണ്ണി തീർക്കാവുന്ന പുസ്തകങ്ങളേ ഉള്ളൂ. അതിലൊരെണ്ണം നാടകമാണ്, ഒരൊറ്റ ഒരെണ്ണം. ഏതാ നാടകത്തിന്റെ പേര്? പറഞ്ഞു. കഥാബീജം. അതല്ല ചോദ്യം. ആ കഥാബീജത്തിന് അവതാരക ഉണ്ടല്ലോ, എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ മറ്റൊരു പ്രിയപ്പെട്ട സാഹിത്യകാരനാണ്. ബഷീറിന്റെ സുഹൃത്തുക്കളിൽ ഒരാളാണ്. ആരാണ്? ബഷീറിന്റെ കഥാബീജം എന്ന ആ നാടകത്തിന്റെ അവതാരിക എഴുതിയത് ആര്? അതാണ് ചോദ്യം. മതി, സമയം കഴിഞ്ഞു. നിഷാന്റെ ഉത്തരം MT വാസുദേവൻ നായർ. നിബി ഉത്തരം മലയാളത്തിൽ നിന്ന് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച G ശങ്കരക്കുറുപ്പാണ് എഴുതിയത്. രണ്ടുപേരുടെയും ഉത്തരം തെറ്റാണ്. കഥാബീജത്തിന്റെ അവതാരിക G ശങ്കരക്കുറുപ്പ്. ഇപ്പൊ 3 മാർക്കിൽ തന്നെ നിൽക്കുന്നേ. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. ബഷീറിന്റെ 3 പുസ്തകങ്ങളുടെ പേരാണ് ഞാൻ പറയുന്നത്. യാ ഇലാഹി, പ്രേം പാറ്റ, ജീവിതം ഒരനുഗ്രഹം. എന്തോ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ ബഷീറിന്റെ ഈ 3 പുസ്തകങ്ങൾ എന്താണ് ഇപ്പൊ ഒരുമിച്ച് പറയാൻ കാര്യം? എന്തോ ഒരു പ്രത്യേകതയുണ്ട്. യാ ഇലാഹി, പ്രേം പാറ്റ, ജീവിതം ഒരനുഗ്രഹം. എന്താണ് ഇപ്പോൾ ഈ 3 പുസ്തകങ്ങളുടെ കാര്യം ഒരുമിച്ച് പറയാനുള്ള കാരണം? നിഷാൻ വിശദീകരിച്ച് എഴുതുന്നു, നിബി നോക്കിയിരിക്കുന്നു. നിഷാൻ എഴുതുന്നത് എന്താ എഴുതുന്നേ? അവസാന പുസ്തകങ്ങൾ. നിബിയുടെ ഉത്തരം രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അവസാനം എന്നുള്ളതല്ല ഇവിടെ പ്രസക്തി. നിബിയുടെ ഉത്തരവാണ് ശരി. ബഷീർ മരിച്ചതിന് ശേഷം പ്രസിദ്ധീകരിച്ചവയാണ്. അതിൽ പ്രേംപാറ്റി ഒന്നും അവസാനം എഴുതിയതൊന്നുമല്ല, ഇടക്കാലത്ത് എഴുതിയിരുന്നതാ. ഏറ്റവും അവസാനം എഴുതിയ പുസ്തകം ഇതാണെന്ന് പറയാനും പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ചത് ബഷീറിന്റെ അവസാന കൃതികളാണല്ല, ബഷീറിന്റെ അവസാനം അതല്ല. നീ എങ്ങനെ എഴുതിയേ? മരണശേഷം. അല്ല, അത് സ്പെസിഫിക് ആയിട്ട് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ബഷീർ മരണശേഷം ക്വിസ് മാസ്റ്ററുടെ തീരുമാനം അന്തിമമാണ്. ഇവിടെ തർക്കമൊന്നുമില്ല. തെറ്റാണ്. ബഷീറിന്റെ അവസാനം പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളാണ് എഴുതിയ മാർക്ക്. അതിനും മാർക്ക് തരില്ല. മരണശേഷം തന്നെ വരണം. മരണശേഷം പ്രസിദ്ധീകരിച്ചത് അത് തന്നെയായിരിക്കും അവസാനം പ്രസിദ്ധീകരിച്ചത്. ശരിയാണ്, എന്നാലും അത് കാര്യമില്ല. ഓക്കെ, അടുത്ത ചോദ്യം. ഉപ്പുപ്പാന്റെ കുയ്യാനകൾ ബഷീറിനെ കുറിച്ച് വന്നൊരു പുസ്തകമാണ്. കാരണം ബഷീറിന്റെ എല്ലാ കഥകളിലും ഒരേ കാര്യങ്ങളാണ്, ജീവിതം മാത്രമേ ഉള്ളൂ, അതിനകത്ത് വലിയ ഭാവനയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വന്നൊരു പുസ്തകമാണ്. അതിന് MN വിജയൻ ഒക്കെ വലിയ മറുപടി കൊടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്കത് മനസ്സിലാകാത്തത്, നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളുടെയും ഭാവനയേക്കാൾ വലുതാണ് ബഷീറിന്റെ അനുഭവങ്ങൾ. എന്തായാലും ആവട്ടെ, ആ ഉപ്പുപ്പാന്റെ കുയ്യാനകളിൽ നിന്ന് ബഷീറിനെതിരെ ഒരു പുസ്തകം വന്നപ്പോൾ അതിന് ബദലായിട്ട് EM അഷ്റഫ് എന്ന വ്യക്തി ഒരു പുസ്തകം രചിച്ചു. വൈക്കം മുഹമ്മദ് ബഷീറിനെ ഉപ്പുപ്പാന്റെ കുയ്യാനകൾ എന്ന രീതിയിൽ പരിഹസിച്ചുകൊണ്ട് വന്ന പുസ്തകത്തിന് ബദലായിട്ട് EM അഷ്റഫ് രചിച്ച കൃതിയുടെ പേരെന്ത്? 6ാമത്തെ ചോദ്യമല്ലേ ഇത്? അല്ലേ? ഓക്കെ, ഒരുപാട് വിശദീകരിച്ച് എഴുതാനൊന്നും ഇല്ല പേരുകൾ. നിബി ഉത്തരം എന്താ? ബഷീറിന്റെ ഐരാവതങ്ങൾ. നിഷാന്റെ ഉത്തരം എന്താ? എഴുതിയെന്താ? മരുഭൂമികൾ പൂക്കുമ്പോൾ പ്രൊഫസർ MN വിജയന്റെ പുസ്തകമാണ്. ഇവിടെ ഉത്തരം എന്താ? ബഷീറിന്റെ ഐരാവതങ്ങൾ. ശരി ഉത്തരവാണ്, ശരിയായ ഉത്തരവാണ്. നിബിക്ക് മാത്രം മാർക്ക്. നിബിക്ക് എത്ര മാർക്കായി? 4. 5. നിബിക്ക്. നിഷാന് 4 ഉള്ളൂ. 3 ഉള്ളൂ. ശരി, അടുത്ത ചോദ്യം. ബഷീറിന്റെ മറ്റൊരു കൃതിയാണ് ഒഴിഞ്ഞ വീട്. അതൊരു കഥയാണ്, അത്ര വലിയ പ്രശസ്തമായ കഥയൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ക്വിസ് കോമ്പറ്റീഷനിൽ അത് ചോദിക്കുന്നത്? ആ കൃതിയിൽ ഒരു മലയാളത്തിലെ വളരെ പ്രശസ്തനായ, മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു കവിയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ആണ് ബഷീർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒഴിഞ്ഞ വീട് എന്ന ബഷീറിന്റെ കൃതിയിൽ ഏത് മലയാള കവിയെയാണ് ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയിരിക്കുന്നത്? അതിൽ ക്ലൂ തന്നു കഴിഞ്ഞാൽ അതിന് ക്ലൂ തന്നു കഴിഞ്ഞാൽ മലയാളികളെ വായിപ്പിച്ചത് ആ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ PN പണിക്കരാണെന്നൊക്കെ ചോദിക്കും. അങ്ങനല്ല. ഒരു പക്ഷേ
ഇന്ന് ഈ അടുത്ത കാലത്ത് നമ്മുടെ അഖിൽ പി ധർമ്മജന്റെ പുസ്തകങ്ങൾ ഹിറ്റായതിനേക്കാൾ കലാകാരനാണോ കവിയാണോ? കവി കവി. ഓക്കെ, സമയം കഴിഞ്ഞിരിക്കുന്നു. നിശാന്റെ ഉത്തരം വയലാർ. ONV കുറുപ്പ്. നിങ്ങൾ ഈ മലയാളി വായിക്കാൻ പഠിപ്പിച്ചു കവി എന്നൊക്കെ പറഞ്ഞപ്പോഴേ അഖിൽ പി ധർമ്മജന്റെ പുസ്തകങ്ങൾ പോലെ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ONV എഴുതി തന്നെ അത്ഭുതപ്പെടുത്തുന്നു. ONVയുടെ ഏത് പുസ്തകമാണ് അങ്ങനെ ഹിറ്റായ ഒരു കവിത? വയലാർ പിന്നെ കുറച്ചുകൂടെ സിനിമാ പാട്ടുകൾ കൊണ്ടെങ്കിലും ഇതായെന്ന് കരുതാം. കവി എന്ന രീതിയിൽ മലയാളികൾ മുഴുവൻ, പഴയ കാലത്തെ മലയാളികൾ മുഴുവൻ പലരും ONVയെ കുറിച്ച് MDയെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് എനിക്കൊന്ന് ആ പുസ്തകം എടുത്തിട്ട് വായിക്കാൻ കിട്ടാഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയി അത് മുഴുവൻ എഴുതിയെടുത്ത് വായിച്ച കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് പലരും. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ചങ്ങമ്പുഴയുടെ രമണനോളം മലയാളികൾ വായിച്ച ഒരു കവിത വേറെ ഇല്ല. ഉത്തരവാര ചങ്ങമ്പുഴ. ഓക്കെ, ബഷീറിന് വലിയ പ്രധാനപ്പെട്ട അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ല. സാഹിത്യവുമായി ബന്ധപ്പെട്ട് വലിയ അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ മലയാളത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ വളരെ പ്രശസ്തമായ ഒരു അവാർഡ് വള്ളത്തോൾ അവാർഡാണ്. 1993 ബഷീറിന് വള്ളത്തോൾ അവാർഡ് കിട്ടുന്നത്. ഒറ്റയ്ക്കല്ല കിട്ടുന്നത്. മലയാളത്തിൽ ബഷീറിനൊപ്പം കൃത്യമായിട്ട് വേണമെങ്കിൽ പങ്കിടാവുന്ന ഒരു വ്യക്തി തന്നെയാണ് അത് പങ്കിട്ടിരിക്കുന്നത്. ആരാണ്? നിഷാൻ നീങ്ങി അവസാന ഫ്രെയിമിന് വെളിയിൽ പോരുതേ. ഓക്കെ, നിബിക്ക് ഉത്തരവുണ്ടോ? നിങ്ങൾ പഠിച്ചോണം കേട്ടോ. ജൂലൈ 5 ബഷീർ ദിനമാണ്. ബാലാമണി അമ്മ ശരിയായ ഉത്തരവാണ്. നാലപ്പാട്ട് ബാലാമണി അമ്മ, മാധവിക്കുട്ടിയുടെ അമ്മ, മലയാളത്തിന്റെ മുത്തശ്ശി, മലയാളത്തിന്റെ മാതൃത്വത്തിന്റെ കവി ബാലാമണി അമ്മയാണ്. 93 വള്ളത്തോൾ. ഓക്കെ, അടുത്തത് ബഷീറിന്റെ ആരാധകനായ, അതായത് മഹാത്മാഗാന്ധിക്ക് മുമ്പ്, അല്ലെ മഹാത്മാഗാന്ധിയെ ചെറുപ്പം മുതൽ ആരാധകൻ തന്നെ, ബഷീറിന് ഏറ്റവും പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണെന്ന് നമ്മൾ ചോദ്യത്തിൽ തന്നെ നേരത്തെ പറഞ്ഞു, ഭഗത് സിംഗ് എന്ന് പറഞ്ഞു. അപ്പം ജയിൽ മോചിതനായി കഴിഞ്ഞപ്പോൾ ബഷീർ ജയിലിൽ നിരാഹാരമൊക്കെ കിടന്നു. ജയിൽ മോചിതനായി കിടന്നപ്പോൾ ബഷീർ ഭഗത് സിംഗിന്റെ മാതൃകയിൽ ഒരു വിപ്ലവ സംഘടന ഉണ്ടാക്കി. ആ വിപ്ലവ സംഘടനയ്ക്ക് വേണ്ടി ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. നിഷാൻ അതിന്റെ ഉത്തരം എഴുതി കഴിഞ്ഞു. ഉജ്ജീവനി എന്നായിരുന്നു ആ പ്രസിദ്ധീകരണത്തിന്റെ പേര്. തിരുവിതാംകൂർ ദിവാനെതിരെ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒക്കെ അതിശക്തമായിട്ട് ബഷീർ എഴുതാൻ തുടങ്ങി. പക്ഷെ അന്ന് എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന പേരിലല്ല. അന്ന് ഗവൺമെന്റിനെതിരെ ലേഖനങ്ങൾ എഴുതിയപ്പോൾ ഒരല്പം ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു തൂലികാ നാമത്തിലാണ് അദ്ദേഹം എഴുതി. എന്തായിരുന്നു ആ തൂലികാ നാമം? ബഷീറിന്റെ ഉജ്ജീവനത്തിൽ എഴുതിക്കൊണ്ടിരുന്നപ്പോഴുള്ള ബഷീറിന്റെ തൂലികാ നാമം എന്ത്? സിമ്പിൾ ചോദ്യങ്ങളാണ്. ബഷീർ ദിനത്തിന്റെ ഏതെങ്കിലുമൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ കിട്ടേണ്ടതാണ്. ഓക്കെ, ഉത്തരവുണ്ടോ? നിബിക്ക് ഉത്തരവുണ്ടോ? ഇല്ല. നിഷാന്? പ്രഭ. എന്താ ഉത്തരം? പ്രഭ എന്നായിരുന്നു. പ്രഭ അറിയില്ല. വാനരസേനയോ? അങ്ങനെയാണോ നോക്കണം. ശരി, മറ്റേ ഇന്ദിരാഗാന്ധിക്കും ഒരു വാനരസേന അതാണോ നോക്കണം. നോക്കിട്ട് നമുക്ക് പറയാം, അടുത്ത വീഡിയോയിൽ അത് പറയാം. അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കട്ടെ. 10ാമത്തെ ചോദ്യം അല്ലേ? 10ാമത്തെ ആണോ? 2 പേരുടെ പേരാണേ, 2 ആളുകളുടെ പേര്. ബഷീറുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് പറഞ്ഞാൽ മതി. ശശികുമാർ 1, രണ്ടാമത്തെ ആൾ പ്രമോദ് പയ്യന്നൂർ. വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ട് കണക്ട് ചെയ്യിക്കണം. ശശികുമാർ 1967, പ്രമോദ് പയ്യന്നൂർ 2014. ഗസ് ചെയ്ത് എഴുത്. പ്രമോദ് പയ്യന്നൂർ, ശശികുമാർ. 1 1967, 2 2014. ഏതെങ്കിലും രീതിയിൽ വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നിഷാൻ എന്തോ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതി? ആ, നിബി എഴുതുന്നത് എന്താ? കഴിഞ്ഞോ? പകുതി എഴുതിയല്ലോ. നിഷാന്റെ എന്താ? എന്തുവാ? ബഷീർ പുരസ്കാരം 2 വർഷങ്ങൾ നേടിയ ആൾക്കാരൊന്നുമല്ല. ബഷീറിന്റെ ബാല്യകാല സഖി 2 തവണയാണ് സിനിമയായിരിക്കുന്നത്. 1967 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി ആദ്യം സിനിമയാകുമ്പോൾ അത് സംവിധാനം ചെയ്തയാളുടെ പേരാണ് ശശികുമാർ. പ്രേം നസീർ ആയിരുന്നു നായകൻ. പിന്നീട് 2014 മമ്മൂട്ടി നായകനായിട്ട് ബാല്യകാല സഖി വരുമ്പോൾ അത് സംവിധാനം ചെയ്തയാളാണ് പ്രമോദ് പയ്യന്നൂർ. ഓക്കെ, 10 ക്വസ്റ്റ്യനായി. 11ാമത്തെ ചോദ്യത്തിലേക്ക്. ഓക്കെ, 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് കൂട്ടുകാരോട് ഞങ്ങളുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് പരിചയപ്പെടുത്തണമെന്നുണ്ട്. പത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ അത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പത്രങ്ങളിലൂടെ ഗ്രൂപ്പ്. കുറച്ചുകൂടി വിപുലീകരിച്ചാണ് നമ്മൾ വാർത്തകൾ അവതരിപ്പിക്കുന്നത്. ഒരു വർഷം 365 രൂപ ഫീസാണ് അടയ്ക്കേണ്ടത്. ഒരു ദിവസം 1 രൂപ എന്ന രീതിയിൽ. അതെ. അപ്പോൾ ഞങ്ങളെ പിന്തുണയ്ക്കാൻ താല്പര്യമുള്ളവർക്ക്
താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഫീസ് അടച്ച് അതേ നമ്പറിലേക്ക് തന്നെ അതിന്റെ സ്ക്രീൻഷോട്ടും അയച്ചാൽ ഗ്രൂപ്പിൽ അംഗമാകാവുന്നതാണ്. ഓക്കെ, അത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ, ആനവാരിയും പൊൻകുരിശും വായിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള കഥയാണ്. ആനവാരി രാമൻ നായരുടെയും പൊൻകുരിശ് തോമയുടെയും കൊച്ചുനീലാണ്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ഈ കഥകളെ കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾ വായിച്ചിട്ടുള്ള ബഷീർ കഥകൾ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്ന കുറച്ച് വിശദീകരിച്ച് പറയുന്ന ക്വിസ് അല്ലാതൊരു വീഡിയോ. ഓക്കെ, ഇപ്പൊ ആനവാരിയും പൊൻകുരിശും ആ കഥയൊക്കെ നടക്കുന്ന അതൊരു സ്ഥലത്താണ്, ഒരു ഗ്രാമത്തിലാണ്. അതൊരു സാങ്കല്പികമായ പ്രദേശമാണ്. ബഷീറിന്റെ പല കൃതികളിലും കടുവാക്കുഴി എന്നൊക്കെ പേരുള്ള സാങ്കല്പിക ഗ്രാമമൊക്കെ ഉണ്ട്. എന്നാൽ ഇത് അങ്ങനെയല്ല. ഈ പ്രദേശം നടക്കുന്ന ഈ കഥ നടക്കുന്ന പ്രദേശത്തിനൊരു പേരുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നത് ആനവാരിയും പൊൻകുരിശും ആ പ്രദേശത്ത് അത് നടക്കുന്ന ആ സംഭവം നടക്കുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേക പേരുണ്ട്. നീ അറിയാമെങ്കിൽ എഴുതിക്കോ, അവിടെ ഇരുന്ന് എഴുതിക്കോ. അത് നിബി ചുമ്മാ കാണിക്കുന്നത്, അത് അവന്റെ ചേർത്ത് വെച്ച് എഴുതി. ശരി, നിബിക്ക് ഉത്തരവുണ്ടോ? നിഷാൻ ഇങ്ങോട്ട് നീരിച്ചിരിക്കും, ക്യാമറയിലൊന്ന് കണ്ടോട്ടെ. ഉത്തരം പറ. സ്ഥലം. ശരി ഉത്തരവാണ്. ആ സ്ഥലത്തിന്റെ പേര് സ്ഥലമാണ്. സ്ഥലം എന്നാണ് കേട്ടോ, സ്ഥലം എന്നാണ് പറയുന്നത്. ആനവാരിയും പൊൻകുരിശിൽ സ്ഥലം തന്നെ. ഓക്കെ, എത്ര മാർക്കായി ഇപ്പം? 11 ക്വസ്റ്റ്യൻ ആയപ്പോൾ എത്ര മാർക്ക്? 5. നിബിക്ക് മാർക്ക് എത്രയാ? അത്രേ ഉള്ളൂ. നിഷാന അയ്യേ, അത് ഓർക്കണേ. 11 സിമ്പിൾ ചോദ്യങ്ങൾ ചെയ്തിട്ട് 5 മാർക്ക്. നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ കൂടെ എഴുതുന്ന കൂട്ടുകാർ മുഴുവൻ 8, 9 ഒക്കെ മേടിച്ചാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത്. ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോകും. ഓക്കെ, ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവസാനിക്കാൻ പോകുന്നു, അവശേഷിക്കുവാൻ പോകും. ബഷീറിന്റെ ഒരു ഗംഭീരമായ പുസ്തകത്തിന്റെ കഥയുടെ ആദ്യത്തെ വാചകവും അവസാനത്തെ വാചകവും ഇത് തന്നെയാണ്. ഏതാണ് പുസ്തകം? മലയാളം പാഠത്തിൽ പഠിക്കാനുണ്ടോ? പഠിക്കാനുണ്ട്. അയ്യോ, ബഷീർ ക്രിസ്തു ആണ്. നിനക്ക് നിഷാൻ അറിയോ? ഈ നിമിഷം ഇല്ല. നിബിക്ക് എന്താ ഉത്തരം? എന്താ? അനർഘ നിമിഷം. ചിക്കടി ഏതാ ഉത്തരം? അനർഘ നിമിഷം. ഓർത്തു വെക്ക. ഓക്കെ, അടുത്തത്. ഉമ്മ ഞാൻ കാന്തിയെ തൊട്ടു. ഗാന്ധിയല്ല, കാന്തിയെ തൊട്ടു അല്ലേ? അതായത് വൈക്കം മുഹമ്മദ് ബഷീർ പണ്ട് ബഷീറായിരുന്നു, വെറും ബഷീറായിരുന്ന കാലത്ത് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം അവിടെ പലപ്പോഴും ക്ലാസ് കട്ട് ചെയ്ത് അന്നത്തെ അവിടുത്തെ ഹെഡ് മാസ്റ്ററുടെ അനുവാദം പോലും ഇല്ലാതെ ക്ലാസ് കട്ട് ചെയ്ത് പോയി ഗാന്ധിയെ കാണുന്നു. തിരിച്ചു വന്ന് തിരിച്ചു വന്ന് ഉമ്മയോട് പറയാം, ഉമ്മ ഞാൻ കാന്തിയെ തൊട്ടു. അപ്പൊ ഉമ്മയുടെ മറുപടി, കാന്തിയോ? അതെന്താ സാധനം? എന്നേ പറയട്ടെ, ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ മഹാത്മാഗാന്ധി ആ തൊടുന്ന സംഭവം നടക്കുന്നത്? ഏത് സമരവുമായി ബന്ധപ്പെട്ട്? ഓക്കെ, മതി. നിബിയുടെ ഉത്തരം നിഷാൻ ഏതാ എഴുതിയോ വായിക്കേ? ഏതാ എഴുതി ഒന്ന് പറഞ്ഞോ? അല്ല, ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജയിലിലൊക്കെ പോകുന്നത്. പക്ഷേ വൈക്കത്ത് സ്കൂളിൽ പഠിക്കുന്ന ബഷീർ ക്ലാസ് കട്ട് ചെയ്ത് മഹാത്മാഗാന്ധിയെ തൊട്ടെങ്കിൽ അത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സമരത്തിന് വേണ്ടി മാത്രമല്ലേ മഹാത്മാഗാന്ധി കേരളത്തിൽ വന്നിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് അതിന് മാത്രമേ വന്നിട്ടുള്ളൂ. ഉപ്പ് സത്യാഗ്രഹത്തിന് എവിടെയാ ഗാന്ധി വന്നത്? ഓക്കെ, അടുത്ത ചോദ്യം. 14ാമത്. വൈക്കം മുഹമ്മദ് ബഷീർ കാടായി തീർന്ന ഒറ്റ മരത്തിന്റെ ആത്മകഥ. ബഷീറിനെ കുറിച്ച് MN വിജയൻ പറഞ്ഞതാ. ബഷീർ, ബേപ്പൂർ സുൽത്താൻ, വിളിപ്പേര. പിന്നെ ഒരുപാടുണ്ട് കഥകളുമായി ബന്ധപ്പെട്ട്. ബഷീറിനെ ഗുരു എന്ന് വിളിക്കുന്നവർ, മാഷേന്ന് വിളിക്കുന്നവർ, ഉസ്താദ് എന്ന് വിളിക്കുന്നവർ, അങ്ങനെ പലതുമുണ്ട്. ഒരുപാട് വിളികളുണ്ട്. പക്ഷെ എന്റെ ചോദ്യം, ബഷീറിന്റെ പ്രിയപ്പെട്ട മക്കൾ അനീസ് ബഷീറും അതുപോലെ ഷാഹിന ബഷീറും അവരുടെ ഉപ്പയായ വൈക്കം മുഹമ്മദ് ബഷീറിനെ വിളിച്ചിരുന്നത് മറ്റൊരു പേരാണ്. എന്താണ്? എഴുതിക്കൂ. സിമ്പിൾ ചോദ്യം. നിബി എഴുതിയോ? നിഷാൻ എഴുതിയോ? നിബി ഉത്തരം പറഞ്ഞാൽ മതി. നിഷാൻ എന്താ എന്താ? ടാറ്റ. മക്കളെ വിളിക്കുന്നതല്ലേ? അല്ല, മക്കള് വാപ്പാനെ വിളിക്കുന്നത്. രാവിലെ കേട്ടതല്ലേ? അതെ, മറ്റേ
എടാ ആരാ ടാറ്റയുടെ കാര്യം പറഞ്ഞ ആരാ? ഞാൻ അത് കേട്ടപ്പോ എനിക്ക് തോന്നിയത് ബഷീർ മക്കളെ അല്ല, രാവിലെ സംസാരിച്ചതാരാ? മോളല്ലേ സംസാരിച്ചത്? ബഷീറല്ലേ? ബഷീർ മരിച്ചു പോയില്ലേ? ടാറ്റയെ കുറിച്ച് നില പറഞ്ഞു. നമ്മള് രാവിലെ വണ്ടിയിൽ പോകുമ്പോൾ ഈ വീഡിയോ കേട്ടപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഇടയ്ക്ക് ഇത് ആരെ സംസാരിക്കുന്നത്, ആരെ കുറിച്ച് ഈ പറയുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചില്ലേ. അതിന്റെ കാരണം ഇതായിരുന്നു. കാരണം ഫാബി ബഷീറ സംസാരിക്കുന്നതെന്ന് പറയുന്നു, പക്ഷെ ടാറ്റ എന്ന് വിളിക്കുന്നത് മക്കളെയാണെന്ന് പറയുന്നു. പക്ഷെ മക്കളെ അല്ല, ടാറ്റാന്ന് സംസാരിച്ചത് ടാറ്റ ഭ്രാന്ത് വന്നു എന്നൊക്കെ. ടാറ്റയ്ക്ക് ഭ്രാന്ത് വന്ന കാര്യം അല്ല, ഇതിനകത്ത് സിമ്പിൾ ആണല്ലോ. ടാറ്റയ്ക്ക് ഭ്രാന്ത് വന്ന കഥയല്ലേ ഷാഹിന ബഷീർ പറഞ്ഞു. മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നോണ്ട് എനിക്ക് ആ ടാറ്റ ആയിരുന്നു. ഓക്കെ, റൈറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ഞാൻ ഷൂഷു എഴുതിട്ട് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ചോദ്യം. കുട്ടികൾക്ക് ബഷീറിനെ അറിയണമെങ്കിൽ നമുക്ക് പല മെത്തേഡ് ആയിരിക്കും. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇപ്പോഴും ബഷീറിനെ അറിയണമെങ്കിൽ സ്ഥിരമായിട്ട് മിഠായി പൊതി കണ്ടാൽ മതി. നമ്മൾ ഇഷ്ടംപോലെ വീഡിയോസ് ഇടും. അതല്ല, കുട്ടികൾക്ക് ബഷീറിനെ അറിയാൻ വേണ്ടിയിട്ട് ഒരു പുസ്തകമാണ്. പുസ്തകത്തിന്റെ പേര് ഒരിടത്തൊരു സുൽത്താൻ. എന്താ പേര്? ഒരിടത്തൊരു സുൽത്താൻ. ബഷീറിനെ കുറിച്ചുള്ള പുസ്തകമാണ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകമാണ്. ഒരു ക്ലൂ കൂടെ തരാം. കോട്ടയംകാരനായ ഒരു സാഹിത്യകാരനാണ് എഴുതിയത്. ആരാണ് എഴുതിയത്? നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ക്ലൂ, കോട്ടയംകാരൻ മാത്രമല്ല, ഈ നമ്മളിപ്പോൾ ഫ്ലാറ്റിലാണ് ഇരിക്കുന്നത്, നമ്മുടെ നാട്ടുകാരനാണ്. ഇവിടത്തെ അല്ല, നമ്മുടെ നാട്ടുകാരൻ, സാഹിത്യകാരൻ. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ബഷീറിനെ കുറിച്ചുള്ള കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ഒരിടത്തൊരു സുൽത്താൻ. നീ നിന്റെ അഡ്രസ് എന്ന് പറഞ്ഞേ. നിഷാൻ ഷറഫ് 11 കുറുക്കക്കാലയിൽ, കിളിരൂർ നോർത്ത് വിയോ, കോട്ടയം. ഓക്കെ, റൈറ്റ്. ചിത്രമുള്ളൂ. ഓക്കെ, നിബിയുടെ ഉത്തരം എന്താ? പ്രൊഫസർ എസ് ശിവദാസ്. തെറ്റാണ്. നിഷാന്റെ ഉത്തരം കിളിരൂർ രാധാകൃഷ്ണൻ. ആരാ? ഓക്കെ, അപ്പൊ ഏതാ ഉത്തരം? ഏതാ? ഒരിടത്തൊരു സുൽത്താൻ എഴുതിയത് കിളിരൂർ രാധാകൃഷ്ണൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. മാർക്ക് എത്രയാ? മാർക്ക് നിഷാന്റെ മാർക്ക് എത്രയാ? എടോ 15-ൽ 6. നിബി 7. നിബി വിജയിച്ചിരിക്കുന്നു. കൂട്ടുകാര് മാർക്ക് സ്കോർ. അപ്പം ഇന്നത്തെ വാശിയേറിയ പോരാട്ടം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരുടെ മാർക്ക് എത്രയാണെന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, അതുപോലെ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ജോയിൻ ചെയ്യാനും മറക്കണ്ട. വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്ന കാര്യവും ഓർക്കുക. അപ്പം ബൈ. ഇതുപോലുള്ള ബഷീർ ദിന വീഡിയോകളുമായി വീണ്ടും വരുന്നത് വരെ സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിഷാനൊപ്പം